ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫുഡ് എഗ്ഗ് റൈസാണ്. എഗ്ഗും വെജിറ്റബിളോട് ചേർത്ത് ഉണ്ടാക്കിയ ഒരു റൈസാണ്. ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് തിളച്ച് വരുമ്പോൾ ഒരു നാരങ്ങ കൂടെ മുറിച്ചിടണം. കുറച്ച് ഉപ്പുകൂടി ഇട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് വേവുള്ള സൈസ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനത് അരി കഴുകി വെച്ചിരിക്കുകയാണ്. ചൂടായി വരുന്ന വെള്ളത്തിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തു. അതവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയത്ത് നമുക്ക് വെജിറ്റബിളും വഴറ്റിയെടുക്കാം. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ഗോൾഡ് വിന്നർ ഇച്ചിരി ഒഴിക്കാം. അതിനായിട്ട് ഞാൻ ക്യാരറ്റും ബീൻസും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വഴറ്റുവാണ്. നെയ്ക്കകത്തിട്ടാണ് വഴറ്റുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അത് വഴറ്റിയെടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കൂട്ടാൻ നമുക്ക് പൊതിക്കകത്ത് കൊടുക്കണ്ട. അപ്പം ഞാൻ പെട്ടെന്ന് കുറച്ച് ക്യാരറ്റും ബീൻസും കൂടെ അരിഞ്ഞെടുത്ത് ഇതുപോലെ നമ്മൾ നെയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഉള്ളി, ഇത് ക്യാരറ്റും ബീൻസും വഴറ്റിയെടുത്ത് മാറ്റി വെച്ച ശേഷം കുറച്ച് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അത് ഫ്രൈ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് കാഷ്നട്ടും മുന്തിരിങ്ങ ഒക്കെ അത് ഇടയ്ക്ക് നമ്മൾ ചോറ് വേകുന്നുണ്ടോ നോക്കണം. വേവനുസരിച്ച് ഊറ്റിയെടുക്കണം. അങ്ങനെ അത് വഴറ്റി കൊടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലപോലെ വഴറ്റിയെടുത്തു. അതിനുശേഷം സവാള വറുത്തെടുക്കാം. 2 സവാള എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും. മുട്ട റൈസ് തന്നെയാണ് കഴിച്ചിട്ട് പോകുന്നത്. അതിൻ്റെ അകത്ത് ഇച്ചിരി വെജിറ്റബിളോട് ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ എണ്ണയ്ക്കകത്താണ് വറുത്തെടുക്കുന്നത്, ഉള്ളി വറുത്തെടുക്കുന്നത്. ഇപ്പം ക്യാരറ്റും ബീൻസും വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കാഷ്നട്ടും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. കാഷ്നട്ടും മുന്തിരിങ്ങയും വറുത്തെടുക്കുകയാണ്. നല്ലപോലെ വഴറ്റിയെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാഷ്നട്ടും മുന്തിരിങ്ങയും വറുത്ത ശേഷം 2 മുട്ടയെടുത്ത് ചിക്കി പൊരിച്ചെടുക്കണം. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ചിക്കി പൊരിച്ചെടുക്കാം. കുരുമുളക് പൊടി ഇടുന്നവർക്ക് വേണമെങ്കിൽ ഇടാം. ഇവിടെ മോന് എരിവ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുരുമുളക് ചേർക്കുന്നില്ല. ഇതിനകത്ത് കുറച്ച് കുരുമുളകും പിന്നെ നമ്മൾ സോയാ സോക്സ് ഒക്കെ ഒഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാനിവിടെ മോന് എരിവ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുരുമുളകൊന്നും ചേർക്കുന്നില്ല. ഞാൻ പച്ചമുളകാണ് അതിന് പകരമായിട്ട് ചേർത്തിരിക്കുന്നത്. അവന് എരിവ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താണ് ഞാൻ ക്യാരറ്റിൻ്റെ കൂടെ വഴറ്റിയെടുത്തത്. അപ്പം മുട്ട ചിക്കി നല്ലപോലെ പൊരിച്ചെടുക്കാം. അപ്പം ഈ മുട്ട ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് വേണം നമ്മൾ ചോറിട്ട് കൊടുക്കാൻ. ചോറിട്ട് കൊടുക്കുക. പിന്നെ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും അതിൻ്റെ അകത്ത് നമ്മൾ ചോറ് വെന്തതിൻ്റെ അകത്ത് 2 നാരങ്ങ കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് പെറുക്കി മാറ്റി വെക്കണം. ഇട്ടപ്പോൾ അതിനകത്ത് 2 നാരങ്ങ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ചോറിനൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടി 2 നാരങ്ങ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ 2 നാരങ്ങ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അതെടുത്ത് മാറ്റണം കേട്ടോ. അതിനുശേഷം നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് നമുക്കൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ക്യാരറ്റും ബീൻസും വഴറ്റിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. അപ്പം ഇത് അച്ചാറിൻ്റെ കൂടെയും പപ്പടത്തിൻ്റെ കൂടെയും കഴിക്കാൻ ഒരു ബെസ്റ്റ് ഒരു റൈസാണ്. നിങ്ങൾ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂ. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.